അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ അയലക്കറിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് അഞ്ച് അയില മുറിച്ചതാണ്. പിന്നെ ഒരു 15 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 തണ്ട് കറിവേപ്പിലയുണ്ട്. പിന്നെ ഉലുവയുണ്ട്, കടുകുണ്ട്, എണ്ണയുണ്ട്. പിന്നെ 3 ടീസ്പൂൺ കാശ്മീരി പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. പിന്നെ ഇതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്, അതായത് പേസ്റ്റ്. പിന്നെ ഞാനിവിടെ 4 കുടംപുളി തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തക്കാളി പേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനായ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ 3 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇടാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇടാം. അപ്പോൾ നമ്മുടെ ഉലുവയും നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്തോട്ടിടാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിങ്ങനെ വരയ്ക്കാം. ജിഞ്ചർ പേസ്റ്റൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിനകത്തോട്ടിടാം. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇടാം. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ നമ്മൾ ചെറിയുള്ളി നന്നായി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ മാറ്റി വെച്ച പൊടികൾ എടുത്ത് ഇതിനകത്തോട്ടിടാം. അതിനു മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. കാരണം നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. അതിനുശേഷം നമ്മൾ കുടംപുളി തിളപ്പിച്ച വെള്ളവും കുടംപുളി ഇതിനകത്തോട്ട് ഒഴിക്കാം. തിളക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇടാം. മീനിട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. നമ്മുടെ കറി തിളച്ച് നിന്നു. നല്ല മണമുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടാം. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നിങ്ങൾക്കുണ്ടല്ലോ കപ്പേൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, എന്തിനു വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.